കേരളത്തിൻ്റെ സ്വന്തം KSRTC ബസ്സിൽ ടൂർ പാക്കേജസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം ഇന്നും പലർക്കും അറിയത്തില്ല. കേരളത്തിലുടനീളം തന്നെ പല ഡിപ്പോകളിലായിട്ട് ഉല്ലാസയാത്ര എന്ന പേരിൽ ഈ പാക്കേജസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാള ഡിപ്പോ നടത്തിയ മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്രയെ പറ്റിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡുകളൊന്നായ മൂന്നാർ മറയൂർ റോഡിലെ തേയിലത്തോട്ടങ്ങളുടെയും ചന്ദനക്കാടുകളുടെയും കാഴ്ചകൾ, അതുപോലെ തന്നെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് കിട്ടിയ കാന്തല്ലൂരിലെ ഓഫ് റോഡ് ജീപ്പ് യാത്രകൾ, ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ, മുനിയറകൾ, ശർക്കര ഫാക്ടറികൾ, അങ്ങനെ അനേകം കാഴ്ചകളാണ് നമ്മളെയും കാത്ത് ഈ യാത്രയിലുള്ളത്. മാള ഡിപ്പോയിൽ നിന്ന് രാവിലെ 5:30-ക്കാണ് നമ്മുടെ ബസ് എടുത്തത്. ഞാനും എൻ്റെ ഫ്രണ്ട് നോബിളേട്ടനുമാണ് ഈ യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ നോബിളേട്ടൻ ഞാനും കൊരട്ടിയിൽ നിന്ന് 5:45 ഈ ഒരു യാത്രയിൽ ജോയിൻ ചെയ്തു. കുറച്ചധികം ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് സൈക്കിൾ യാത്രയൊക്കെ ഒന്ന് മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പം ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയൊരു യാത്രയെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു KSRTC പാക്കേജിനെ പറ്റി ഓർത്തത്. ഞാൻ ഇതിനു മുമ്പ് മലക്കപ്പാറ, നെല്ലിയാമ്പതി എല്ലാം തന്നെ ഇവരുടെ പാക്കേജ് എടുത്ത് പോയിട്ടുണ്ട്. അത് പാലക്കാട് ഡിപ്പോയുടെയും ചാലക്കുടി ഡിപ്പോയുടെയും ആയിരുന്നു. ഈ ഒരു പാക്കേജിന് 1370 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ തന്നെ ലഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പിൻ്റെ ചാർജസ്, അതുപോലെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ചില പോയിന്റുകളിലെ എൻട്രി ഫീയും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ ലളിത ചേച്ചിയാണിത്. ചേച്ചിയാണ് കണ്ടക്ടറായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത്. അതുപോലെ തന്നെ ഡ്രൈവർ നമ്മുടെ പ്രസാദ് ഏട്ടനുമാണ്. ഇവർ രണ്ടുപേരാണ് ഈ ഒരു യാത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുന്നത് തന്നെ പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് നല്ല വൈബാണ്. ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും അടിച്ചു പൊളിച്ച് തന്നെ പോകാൻ പറ്റുന്നതാണ്. പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം, ഡാൻസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. മൊത്തത്തിൽ എന്തായാലും വൈബാണ്. നമ്മൾ നോർമൽ ഒരു KSRTC യാത്ര പോലെ ആയിരിക്കത്തില്ല. ഈ ഒരു യാത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് പല ഏജ് കാറ്റഗറി എന്നുള്ളവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം വണ്ടിയൊന്നും ഇല്ലാത്തവർക്കോ അല്ലെ ഒത്തിരി ഡ്രൈവ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കെല്ലാം ഒരു വൺ ഡേ കൊണ്ട് ഇപ്പം മൂന്നാറും കാന്തല്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നല്ല ദൂരമുണ്ട്. അവിടെ വരെയൊക്കെ പോയി വരാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിരിക്കും ഇങ്ങനത്തെ ഒരു KSRTC ഉല്ലാസയാത്ര എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ഫാമിലീസും എല്ലാവരും തന്നെ നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിരുന്നു. ഇടുക്കി ജില്ലയുടെ കവാടമായ നേര്യമംഗലം പാലമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പം ഫോറസ്റ്റിൽ കൂടി ആയിരിക്കും കുറച്ച് ദൂരം നമ്മുടെ യാത്ര. ഈ ഒരു സ്ട്രെച്ചിലാണ് നമുക്ക് 2-3 വെള്ളച്ചാട്ടങ്ങൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പുപാലം എന്ന സ്ഥലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ അതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റി എല്ലാം തന്നെ ഇവർ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലൊക്കെ ഇത്രയും ദൂരം പോകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഉല്ലാസയാത്രയുടെ തന്നെ എല്ലാ വീക്കെൻഡും തന്നെ ടിക്കറ്റ് എല്ലാം ഫുള്ളാന്നുള്ളതാണ്. നമ്മളിത് നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ഒരു വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യോ വിളിച്ചോ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡിപ്പോയിൽ നേരിട്ട് ചെന്നാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം. ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. പാർക്കിംഗ് സ്പേസ് എല്ലാം കുറവാണ്. അതുകൊണ്ട് ഇവിടെ 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ. ചീയപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വാളറ വാട്ടർഫോൾസും കാണാം. പക്ഷെ അവിടെ നമ്മൾ നിർത്തുന്നില്ല. നമുക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് മറയൂർ എത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നോർമലി ഞങ്ങൾ സൈക്കിൾ ചവിട്ടാനൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമാണ്. ഞങ്ങളുടെ ഹോളിഡേ റൈഡേഴ്സ് ഗ്രൂപ്പിലെ തന്നെ ജിനോ ചേട്ടനും നിബു ചേട്ടനും ഡൗൺ ഹിൽ അടിച്ച് പോകുന്നത് കണ്ടായിരുന്നു. അവരും ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വരെ മോർണിംഗ് റൈഡിന് ഇറങ്ങിയതായിരുന്നു.
അടിമാലിയൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഇരുമ്പ് പാലം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ റോയൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2-3 KSRTC ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടേക്കുന്ന കാണാം. എല്ലാം തന്നെ ഉല്ലാസയാത്ര പാക്കേജായിട്ട് വന്നതാണ്. ചാലക്കുടി, തൃശ്ശൂർ അങ്ങനെ പലയിടത്തു നിന്നായിട്ട് ഒരുപാട് യാത്രകൾ കാന്തല്ലൂർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബലൂണൊക്കെ എടുത്ത് എല്ലാവരുടെയും കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ ബസ് മൊത്തം ഞങ്ങൾ ബലൂൺ വെച്ചൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് വന്ന ബസ്സുകളെല്ലാം തന്നെ ഫുൾ ഡെക്കറേറ്റഡ് ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ ബസ്സും അത്യാവശ്യം ഒരു ട്രിപ്പ് പോകുന്ന ഫീലിലായി. പള്ളിവാസൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തൊട്ട് ഇനി തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് മൂന്നാർ എത്തിയതിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങി. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മളൊത്തിരി തണുത്ത കാലാവസ്ഥയൊക്കെയാണ് ഡിസംബറിൽ പ്രതീക്ഷിച്ചെങ്കിലും തെളിഞ്ഞു നിന്നൊരു ദിവസമായിരുന്നു. പക്ഷെ അങ്ങനെ പൊള്ളുന്ന ചൂട് ഒന്നും ഇല്ലായിരുന്നു. എപ്പോഴും ഒരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല എൻജോയബിൾ ആയിരുന്നു ആ ഒരു യാത്ര മൊത്തം. ഇതിനു മുമ്പ് ഞാൻ മറയൂർ പോയത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ സൈക്ലിംഗ് ടീമിൻ്റെ കൂടെ മറയൂർ റൈഡ് പോയിരുന്നു. ഒരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു റൈഡായിരുന്നു. അപ്പോൾ വീണ്ടും ആ വഴി തന്നെയാണ് പോകുന്നത്. അന്ന് മറയൂർ വരെ പോകാൻ സാധിച്ചുള്ളായിരുന്നു. ടൈമില്ലാത്തതുകൊണ്ട് മറയൂർ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ അന്ന് കാന്തല്ലൂർ പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും അതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് തന്നെ ചൂസ് ചെയ്തത്. ആ ഒരു മറയൂർ റൈഡിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മൂന്നാർ എത്തി. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വാഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഒരു മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്ലീപ്പേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് വന്ന് ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 100 രൂപ മുതൽ നമുക്ക് ബസ്സിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ വന്ന് തന്നെ അത് ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മൂന്നാർ വേറെ ഇങ്ങനെ സ്റ്റേ ഒക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നൊരു ഓപ്ഷനാണ് വളരെ ലോ ബഡ്ജറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക്. മൂന്നാർ പാലം വരുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പം മറയൂരും അതുപോലെ തന്നെ ചിന്നാർ, ഉടുമൽപേട്ട്, പൊള്ളാച്ചിയൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടൗൺ കഴിഞ്ഞൊരു 4 കിലോമീറ്റർ വരുമ്പോൾ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജംഗ്ഷനിലെത്തും. ആ സൈക്ലിംഗ് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളന്ന് റിട്ടേൺ ജേർണിയിൽ ചായ കുടിച്ചത് ഇവിടുന്നാണ് മറ്റേ പടയപ്പ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ചേച്ചി ഞങ്ങളെ പേടിപ്പിച്ചത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ഇരവികുളം നാഷണൽ പാർക്ക് എത്തും. പിന്നെ ഒരു 15 കിലോമീറ്ററോളം തന്നെ ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ്.
15 കിലോമീറ്റർ അല്ല, 15 കിലോമീറ്റർ കയറ്റമാണ്. അത് കഴിഞ്ഞ് പിന്നെയും 9 കിലോമീറ്റർ ഒരു വലിയൊരു ഇറക്കമുണ്ട്. അപ്പോൾ സൈക്കിളിന് പോയതുകൊണ്ടാണ് ഈ കയറ്റവും ഇറക്കവും ദൂരമൊക്കെ ഇത്ര കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായ ആനമുടിയുടെ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആണ്. ഈ ഒരു തേയിലത്തോട്ടമൊക്കെ തുടങ്ങുന്ന ഒരു പോയിന്റ് തൊട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആനമുടി കാണാൻ പറ്റുന്നത്. ആനമുടിയിലേക്ക് നമുക്ക് ട്രെക്ക് ചെയ്ത് എത്താനുള്ള ഒരു പെർമിഷൻ ഇല്ല. കറക്റ്റ് ഒരു ആനയുടെ ഷേപ്പ് നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. ആനയുടെ ഒക്കെ ഒരു ഹെഡ് വരുന്ന ഒരു പോർഷൻ പോലെയാണ് ആ ഒരു മലകളൊക്കെ ഇവിടെ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ തേയിലത്തോട്ടങ്ങളിൽ നല്ല കാഴ്ചയുള്ള ഒരു പോയിന്റിൽ നമ്മൾ ബസ് ഒരു 10 മിനിറ്റ് നിർത്തി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. സീസൺ ടൈമിൽ ജക്രാന്ത ഫ്ലവേഴ്സൊക്കെ ഇവിടെ പൂക്കുന്നതാണ്. നമ്മളിപ്പോൾ ആ ഒരു ഇറക്കമൊക്കെ തുടങ്ങുന്ന ആ ഒരു ഏരിയ എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ ഏറ്റവും വൈഡായിട്ടൊരു വ്യൂ കാണാൻ പറ്റുക. നല്ല കോടയൊക്കെ ഉള്ളപ്പം ഈ ഒരു റോഡിൽ കൂടെയൊക്കെ 2 വീലറിനൊക്കെ യാത്ര ചെയ്യാനൊരു ഭയങ്കര ഫീലാണ് കേട്ടോ. അന്ന് ഞങ്ങൾ സൈക്കിളിനൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഡൗൺ ഹിൽ അടിച്ച് പോയൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട് ആ ഒരു യാത്രയൊക്കെ. അപ്പം ഈ ഒരു യാത്രയ്ക്ക് 2 വീലർ നല്ലതാണ്. അതുപോലെ തന്നെ KSRTCയുടെ ഗുണം എന്തെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ നിന്ന് നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളതാണ്. വേറൊരു വാഹനത്തിനും ഇത്രയും ഉയരം വരാത്തത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച കാഴ്ചകൾ എനിക്ക് തോന്നുന്നു KSRTC ബസ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക.
നമ്മൾ ചന്ദന കാടുകളെത്തി. രണ്ട് സൈഡിലും ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാടുകളിനുള്ളിൽ ചെറിയ ആനിമൽസ് ഒക്കെ കാണാം, മാനും മ്ലാവും. അതുപോലെ രാത്രിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ മാനകളും കാണും. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് 1-2 മ്ലാവിനെ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ നമ്മൾ മറയൂരെത്തി. ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിലോട്ടാണ് ഇപ്പോൾ ഈ ബസ്സുകളൊക്കെ തിരിച്ചു കയറ്റുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ജീപ്പിലാണ്. ജീപ്പിൽ ചെറിയ ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ മറയൂരിലെയും കാന്തല്ലൂരിലെയും മെയിൻ ഒരു വ്യൂ പോയിന്റിലോട്ടെല്ലാം നമ്മളെ കൊണ്ടുപോകും. ഒരു 4.5 മണിക്കൂറോളം വരുന്ന ഒരു ജീപ്പ് യാത്രയാണ് ഇനി നമുക്കുള്ളത്. മറയൂർ ശർക്കരയ്ക്ക് ഫേമസ് ആണ്. രണ്ട് സൈഡിലും തന്നെ. അതുകൊണ്ട് നമുക്ക് കുറേയധികം കരിമ്പും തോട്ടങ്ങളൊക്കെ കാണാം. നമ്മളൊരു ശർക്കര ഫാക്ടറികളിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളവിടെ എത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ഇരച്ചൽപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റീൽസിലൊക്കെ ഒത്തിരി അധികം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ നോർമലി കാണുന്ന വെള്ളച്ചാട്ടം പോലെ ഒരുപാട് വെള്ളമൊന്നുമില്ലെങ്കിലും നമുക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം.
ഇതാണ് നോബിളേട്ടൻ. നോബിളേട്ടൻ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, ഓഫീസിലെ HODയും കൂടിയാണ്. അപ്പം ഇന്നത്തെ യാത്രയിൽ 2 ക്യാമറകൾ ഉള്ളതുകൊണ്ട് തന്നെ നോബിളേട്ടനാണ് കുറച്ചധികം വിഷ്വൽസ് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എരിശൽപ്പാറ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മളിനി നേരെ കാന്തല്ലൂരിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര അടിപൊളിയാട്ടോ. 9 മെയിൻ ഹെയർ പിന്നുകളാണുള്ളത്. അപ്പോൾ ഹെയർ പിന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് ഒത്തിരി മരങ്ങളൊന്നും ആയിട്ടുള്ളതല്ല, വളരെ ഓപ്പൺ ആയിട്ടുള്ള വ്യൂ ഉള്ള ഒരു റൂട്ടും കൂടിയാണത്. അതുകൊണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം. ഈ ഒരു ഹെയർ പിന്നിൽ നിന്ന് നമുക്ക് മറയൂരിലെ തന്നെ പല സ്ഥലങ്ങളും, കൃഷി സ്ഥലങ്ങളും മറ്റു മലകൾ എല്ലാം തന്നെ കാണാൻ പറ്റും. ജീപ്പുകളാണ് ഇവിടെ കൂടുതലും സർവീസ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടദിവസം വന്നാൽ പോലെ ഈ ജീപ്പ് സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു പാക്കേജ് പോലെ എടുത്തിട്ട് ഇവിടെ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു തരും. അതുപോലെ ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. പൊതുവെ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ അത്ര ആക്സസിബിൾ ആയിരിക്കത്തില്ല. പക്ഷേ കാന്തല്ലൂർ, മറയൂരിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ എറണാകുളത്തു നിന്നൊക്കെ ആണെങ്കിൽ എപ്പോഴും KSRTC ബസ്സുകളുണ്ട്. ഇപ്പോൾ ഈ പോകുന്നത് ഒരു ആലുവ ബസ്സാണ്. അപ്പോൾ നമുക്ക് എത്ര ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഇങ്ങോട്ട് എത്താനും പറ്റും, ഇവിടെ നിന്ന് തിരിച്ച് പോകാനും പറ്റും. ഇവിടെ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മറയൂരും കാന്തല്ലൂരൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറുന്നത്. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന കടകളാണ് നമ്മളീ കാണുന്നത്. ഇവിടെ നമുക്ക് ഷുഗർ കെയിൻ ജ്യൂസൊക്കെ കിട്ടും. ഞങ്ങൾ 2 ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചായിരുന്നു. അതുപോലെ ശർക്കര എല്ലാവരും തന്നെ വാങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ 2-3 ഷോപ്പുണ്ട്. എല്ലായിടത്തും തന്നെ റേറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ തിരക്ക് കൂടുന്നതനുസരിച്ചിട്ടും എല്ലാം റേറ്റ് ഇവർ ജസ്റ്റ് തോന്നുന്ന പോലെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ താഴെ ഒരു കടയിൽ വന്നു. ഇവിടെയായിരുന്നു ഏറ്റവും വിലക്കുറവുണ്ടായിരുന്നത്. അതുപോലെ ഈ കടയിൽ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ പറ്റി. നമ്മളിനി അടുത്തത് പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലോട്ടാണ്.
ഭ്രമരം സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അവിടെ. അവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്, പിന്നെ കുറച്ച് ട്രീ ഹൗസസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വ്യൂ പോയിന്റിലോട്ടുള്ള യാത്ര മൊത്തം നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് ഞങ്ങളൊരു ചെറിയൊരു ഫ്രൂട്ട് ഗാർഡനിൽ പോയിരുന്നു. പക്ഷെ അവിടെ അധികം കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളായിരുന്നു. മറയൂർ യാത്രയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൂന്നാറിൻ്റെയും കാന്തല്ലൂരിൻ്റെ ഇടയ്ക്ക് കുറേ ഇടങ്ങളിൽ റേഞ്ച് നല്ല കുറവാണ്. ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് എനിക്ക് പിന്നീട് റേഞ്ചൊക്കെ കിട്ടിയത്. VI ആയിരുന്നു ഞാൻ യൂസ് ചെയ്ത സിം. അതുപോലെ തന്നെ എല്ലാ സിമ്മുകൾക്കും തന്നെ പൊതുവെ ഇവിടെ റേഞ്ച് കുറവായിരുന്നു. എനിക്കൊന്ന് കാന്തല്ലൂരിലൊക്കെ ചില ഏരിയയിലും മറയൂർ ടൗണിൻ്റെ അപ്പുറമൊക്കെ ചില സിമ്മുകൾക്ക് മാത്രം റേഞ്ച് കിട്ടത്തുള്ളൂ. ഭ്രമരം വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ വന്നത് മുനിയറകൾ കാണാനാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള മുനിയറകളാണെന്നാണ് പറയപ്പെടുന്നത്. കുറേയൊക്കെ പൊളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന മുനിയറകളും ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 6 മണിയൊക്കെ ആയി നമ്മൾ ഈ ഒരു മുനിയറ എത്തിയപ്പം. നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പം ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞ് പിന്നെ പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ഡിന്നറൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ മണ ഡിപ്പോയിൽ എത്തിച്ചേരുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു യാത്ര അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്തായാലും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വന്നൊരു ട്രിപ്പാണ്. മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു മറയൂരിലെയും കാന്തല്ലൂരിലെയും കാഴ്ചകളും അവസാനത്തെ ഓഫ് റോഡ് യാത്ര എല്ലാം തന്നെ ഗംഭീരമായിരുന്നു. ഇവിടുത്തെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസിനെല്ലാം ശേഷം 7:30 ആയപ്പോൾ ഞങ്ങൾ മറയൂരിൽ നിന്ന് തിരിച്ചു. പള്ളിവാസലിൽ നിന്ന് ഡിന്നറും കഴിച്ചിട്ട് ഏകദേശം 1:30 ആയപ്പോൾ ഞാനും നോബിളേട്ടനും കൊരട്ടിയിലെത്തി. അപ്പം വളരെ എൻജോയബിൾ ആയിട്ടൊരു യാത്രയായിരുന്നു.
അപ്പം എല്ലാവരും തന്നെ KSRTCയുടെ ഈ ഒരു ഉല്ലാസയാത്ര ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പല ഡിപ്പോകളിൽ തന്നെ പല രീതിക്കാണ് നടത്തുന്നത്. നമ്മൾ ഇന്ന് വന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ്. ചില ഡിപ്പോയിൽ സൂപ്പർ ഡിലക്സ് ബസ്സുകളിൽ യാത്രയുണ്ട്. 2-3 ദിവസത്തെ പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ചെറിയൊരു പേജ് ഉണ്ട്. അതിനകത്ത് എല്ലാ ഡിപ്പോയുടെയും തന്നെ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിൽ വിളിച്ച് ചോദിച്ചാൽ അവരുടെ അപ്കമിങ് ആയിട്ടുള്ള പാക്കേജസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതൊന്നും ഫിക്സഡ് പാക്കേജസ് ആയിരിക്കത്തില്ല. എല്ലാം യാത്രക്കാരുടെ ആവശ്യം അനുസരിച്ചിട്ടും എല്ലാം തന്നെ സ്ഥലങ്ങൾ മാറി മാറി വരും. അതുപോലെ നമുക്കിപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം മാള ഡിപ്പോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഡിപ്പോകളുടെ നമ്പർ അടങ്ങുന്ന ഒരു വീഡിയോ ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.